ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മാങ്ങ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചൈന ഗ്രാസ് ഒരു 3 ഗ്രാം ചൈന ഗ്രാസാണ് ഒരു അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് നേരത്തെ കുതിർത്താൻ വെച്ച ആ ചൈന ഗ്രാസ് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അടുപ്പത്ത് വെച്ച് നമുക്ക് അലിയാൻ വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് പാലിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അത് നമുക്ക് പാലിനകത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചൈന ഗ്രാസ് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസും മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കാം പാല്. അപ്പോൾ നമുക്കിനി മാങ്ങ പുഡിങ് ആയതുകൊണ്ട് ഇതിനായിട്ട് മെയിനായിട്ട് ചേർക്കേണ്ടത് മാങ്ങയാണ്. അപ്പോൾ ഈ രീതിയിൽ അരിഞ്ഞ് ഞാൻ മുകളിലൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടി ഇടാൻ വേണ്ടിയാണ് ഈ രീതിയിലൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മാങ്ങ പൾപ്പിനായിട്ട് മാറ്റാം. അപ്പോൾ അതൊന്ന് മിക്സിക്കകത്ത് അടിച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൾപ്പിൽ നിന്നും ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പാലൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വിസ്ക് വെച്ച് ഇളക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ താണ്ട വിസ്ക് വെച്ചൊന്ന് ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്ന ട്രൈക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചതിന് ശേഷം ബാക്കി പൾപ്പും കൂടെ ഇതേപോലെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി പാലും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. ഇനി 5 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ ഒരു ഭംഗിക്കായിട്ട് മുകളിലോട്ടൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പുഡിങ്ങിൻ്റെ വീഡിയോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ പുഡിങ് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് മാങ്ങ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് പുഡിങ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.